ദേശീയപാത 66 വികസനം ഡിസംബറിൽ തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച തീരുമാനം. കുരിയാട് തകർച്ചയുണ്ടായ മേഖലയിൽ 360 മീറ്റർ വയഡക്ട് നിർമ്മാണം നടത്താനും ഇതിന്റെ പൂർണ്ണ ചിലവ് നിർമ്മാണ കമ്പനി വഹിക്കാനും ധാരണയായി. മലയാളികൾക്കുള്ള 2026 പുതുവത്സര സമ്മാനമായിരിക്കും NH66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമെന്ന് മുഖ്യമന്ത്രിക്കൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത മന്ത്രി PA മുഹമ്മദ് റിയാസ് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതായത് തിരക്ക് പിടിച്ച് ജഗവയാക്കി പ്രവൃത്തി നടത്തി പൂർത്തീകരിക്കലല്ല, സമയബന്ധിതമായി. ഇപ്പോൾ തന്നെ അത് വൈകിയിരിക്കുകയാണ്. സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നാടാകെ ആഗ്രഹിക്കുന്നത്, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. 2025 ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH66 പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയിൽ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതായി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട തീരുമാനം ജൂലൈ അവസാനത്തോടെ ഉത്തരവിറക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.